കടുത്തുരുത്തി നിയോജക മണ്ഡലം പ്രതിഭാ സംഗമവും MLA എക്സലൻസ് അവാർഡ് ദാനവും നടന്നു. കടുത്തുരുത്തി ഗൗരീശങ്കരം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ജലവിഭവ മന്ത്രി മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നാളെയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലുമാണ് രാജ്യത്തിന്റെ പ്രതീക്ഷയെന്നും ആദരവും അംഗീകാരങ്ങളും അവരുടെ കഴിവുകളെ കൂടുതൽ വളർത്താൻ സഹായിക്കുമെന്നും മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. നിങ്ങൾ പഠിച്ചു മിടുക്കരാകുന്നതിലൂടെ ഉയർന്ന തലങ്ങളിലേക്ക് കടന്നു വരുന്നതിലൂടെ നാളെ കേരളത്തിന്റെയും ഭാരതത്തിന്റെയും ഭരണം നിയന്ത്രിക്കാൻ കഴിയുന്ന ഭരണകർത്താക്കളായി നിങ്ങൾ മാറേണ്ടവരാണ്. അത് ജനപ്രതിനിധികളായി, ഉദ്യോഗസ്ഥ പ്രമുഖരായി ഒക്കെ മാറേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ സ്വയം സംരംഭങ്ങൾ തുടങ്ങുന്ന നല്ല വ്യവസായ രംഗത്തെ പ്രമുഖന്മാരായിട്ട് മാറുന്നവരാണ്. നാട്ടിൽ നമ്മൾ നിൽക്കുമ്പോഴും മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്റെ വികാരങ്ങളെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ മണ്ണിനോട് സ്നേഹമുള്ള നല്ല മനുഷ്യരായി തന്നെ മാറും. കൃഷി നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. ഇതെല്ലാം കുട്ടികളുടെ മനസ്സിൽ പുതിയ ലോകത്തിന്റെ വളർച്ചയുടെ മുമ്പിൽ നമുക്ക് എത്തിച്ചേരുകയും വേണം. അതുകൊണ്ടാണ് ഇവിടെ AI ഐക്യം നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഇതിനു മുൻപ് IT യുഗത്തിന്റെ സാധ്യത ആദ്യം തന്നെ കടുത്തുരുത്തി നിയോജക മണ്ഡലം പല നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ അസംബ്ലി മണ്ഡലമായി, കേരളത്തിലെ ആദ്യത്തെ അസംബ്ലി മണ്ഡലമായി AI പ്രഖ്യാപനത്തിലൂടെ നമ്മുടെ നാടൊട്ടാകെയുള്ള എല്ലാ മനുഷ്യരെയും വിദ്യാർത്ഥി ലോകത്തെയും യുവാക്കളെയും മുതിർന്നവരെയും എല്ലാം AI സാധ്യതകളെ പഠിപ്പിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള AI സാക്ഷരതയിലൂടെ കളരിയായി നമ്മുടെ നിയോജക മണ്ഡലം മാറുകയാണ്. ഇതിലേക്കെല്ലാം നയിക്കാൻ കഴിയുന്ന വലിയൊരു കർമ്മപരിപാടി ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ ജനകീയ കൂട്ടായ്മയായി മാറിയ 25ാമത് പ്രതിഭാ സംഗമത്തിൽ 1000-ഓളം പ്രതിഭകളെയാണ് ആദരിച്ചത്. കോട്ടയം ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ IAS യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു, പക്ഷേ ഒരു ടൈമിൽ എൻ്റെ MLA എനിക്ക് വിളിച്ചിട്ടില്ല. സോ നിങ്ങളെല്ലാം ലക്കിയാണ്. വളരെ സജീവമായിട്ട് ഗൗരവത്തോടെ ഈ ഫംഗ്ഷനിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നമുക്ക് എല്ലാവർക്കും ഇവിടെ വിളിച്ചിട്ട് അവാർഡ് നൽകുന്നു. ആൻഡ് മോറോവർ ഞാൻ കേരളത്തിൽ ഒരുപാട് MLA എക്സലൻസ് അവാർഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. ഇത്രയും ക്രൗഡ് ഞാൻ വേറെ സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ല. ഇറ്റ്സ് ബിക്കോസ് അതിൻ്റെ ഈ ഏരിയയിൽ വളരെ സ്നേഹമുണ്ട്. നമ്മുടെ സ്റ്റുഡൻറ്റൊപ്പം നല്ല ഒരു റിലേഷൻഷിപ്പാണ്. മേ ബി ദാറ്റ്സ് വൈ സോ മെനി പീപ്പിൾ ആർ കമ്മിങ് ടു അറ്റൻഡ് ദിസ് ഇവൻറ്റ്. സോ ഡിയർ സ്റ്റുഡൻസ്, ഈ അവാർഡ് നിങ്ങളുടെ ഹാർഡ് വർക്ക് ഉണ്ട്, നിങ്ങളുടെ ഡെഡിക്കേഷൻ ഉണ്ട്, നിങ്ങളുടെ ഫോക്കസിൻ്റെ അവാർഡാണ്. ഇത് നിങ്ങളുടെ ഒരു അവാർഡ് മാത്രമല്ല, ഇതിൽ നിങ്ങളുടെ പേരൻസ് കൂടി വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തായിരുന്നു. നിങ്ങളുടെ ടീച്ചേഴ്സ് കൂടി നന്നായിട്ട് സപ്പോർട്ട് ചെയ്തായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കുറേ പേര് കോളേജിൽ പോകും, കുറച്ച് പേർ കോളേജിൽ നിന്ന് കോമ്പറ്റീഷൻ എക്സാമിൽ പോകും. സോ ഇപ്പോൾ ഒരു അടുത്ത ഫേജ് ഓഫ് കോമ്പറ്റീഷൻ വരും. സോ ഈ സെയിം ഡെഡിക്കേഷൻ, സെയിം ഫോക്കസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. കുടുംബശ്രീ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിഘ്നേശ്വരി IAS മുഖ്യപ്രഭാഷണം നടത്തി. ഇങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഇടുക്കിയിൽ ട്രിവാൻഡ്രം മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ വണ്ടീൻ്റെ മുന്നേ ഒരു ചെറിയ സ്കൂൾ ബസ്സിലെ കുട്ടികൾ എനിക്ക് ആക്ഷൻ കാണിക്കുന്നുണ്ട്. 4 അവധി. ഞാൻ ഓക്കെ, നല്ലതാണ്. പക്ഷേ ഞാൻ അവിടുത്തെ കളക്ടറല്ല. ഞാൻ ക്രോസ് ചെയ്തത് പത്തനംതിട്ടയായിരുന്നു. സോ എന്താ ചെയ്യാൻ, ഞാൻ ഒന്ന് പത്തനംതിട്ട കളക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ചില കുട്ടികൾക്ക് അവധി വേണം, ഒന്ന് റെക്കമെൻഡ് ഞാൻ ചെയ്തു, പറ്റുമെങ്കിൽ കൊടുക്കൂ അല്ലേ. സോ ഇത്ര നമ്മളെ കളക്ടറായിട്ട് എത്ര ജോലി ചെയ്താലും കുട്ടികൾ ഓർക്കണത്, ഇത് അവധി കൊടുക്കണ കളക്ടർ നല്ല കളക്ടർ, അവധി കൊടുക്കാത്ത കളക്ടർ മോശം കളക്ടറാണ് അല്ലേ. അങ്ങനെ എനിക്ക് 2 ജില്ലയിലും നല്ല കളക്ടർ പേര് കിട്ടി, അതിലൊരു സന്തോഷം. കൊച്ചി റേഞ്ച് DIG യതീഷ് ചന്ദ്ര IPS ചടങ്ങിൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ഞാനിങ്ങനെ പോകാറുണ്ട്, MLA എക്സലൻസ് അവാർഡ്സിലെല്ലാം പോകാറുണ്ട്. പഠന ബന്ധപ്പെട്ട കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കണം, എല്ലാ A+ വന്ന കുട്ടികൾ സൂപ്പറാകണം ഇതെല്ലാം പറയാറുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വലിയ സന്ദേശം നൽകാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു മന്ത്രി തന്നെ ഒരു ഡ്രഗ്സ് ഉപയോഗിക്കാൻ പാടില്ല എന്ന ഒരു സന്ദേശത്തിന് വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്രഗ്സ് എത്രമാത്രം ഞങ്ങളുടെ ഒരു നാടിൽ വന്നിട്ടുണ്ട്, എത്രമാത്രം ഒരു പോയിസണസ് സബ്സ്റ്റൻസ് ആണ് ഞങ്ങൾ ഈ കുട്ടികളെ ഇടയ്ക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾ നാട്ടിലിടയ്ക്ക് ഇത് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണം. ഞങ്ങൾ നേരത്തെ ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. ബാംഗ്ലൂരിൽ DCP ക്രൈം ഡിവിഷനിലുള്ളപ്പോൾ ഒരു എസ്റ്റിമേറ്റ് പ്രകാരം ഏകദേശം ഒരു 50 to 60 kg ഓഫ് MDMA ആണ് ഒരു മാസം നമ്മളെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. KG-ആണ്. സോ ഞങ്ങൾ പോലീസുകാരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, എക്സൈസുകാരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, we may catch what 10%, 5% of the MDMA which is coming into the camp.
ഇനി ബാക്കിയുള്ള MDMA എവിടെയായി? ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ സേവിച്ചു. ആകെ MDMA മാത്രം കഴിച്ചോ? ഇല്ലല്ലോ. അത്രേ amount ഓഫ് പണം പുറത്തു പോയി, അത്രേ ഹെൽത്ത് ഞങ്ങളുടെ മോശമായി. യൂണിവേഴ്സിറ്റി പരീക്ഷകളിലെ റാങ്ക് ജേതാക്കൾ, വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർ, SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥി പ്രതിഭകൾ, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ എന്നിവർക്ക് ചടങ്ങിൽ MLA എക്സലൻസ് അവാർഡ് നൽകി അനുമോദിച്ചു. പാലാ ബ്രില്യൻ ഡയറക്ടർ ജോർജ് തോമസ്, പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ, ചലച്ചിത്ര താരങ്ങളായ ദിലീഷ് പോത്തൻ, അർജുൻ അശോകൻ, അൻസിബ ഹസൻ, മിസ് ക്യൂൻ ഓഫ് ഇന്ത്യ ഹർഷ ശ്രീകാന്ത്, പ്രമുഖ പിന്നണി ഗായിക മരിയ മാത്യു എന്നിവർ വിശിഷ്ടാതിഥികളായി ചടങ്ങിൽ സംബന്ധിച്ചു. പ്രോഗ്രാം കോർഡിനേറ്ററും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമായ ജോസ് രാഗാദ്രി, വിവിധ രംഗങ്ങളിൽ മികച്ച നേട്ടം കൈവരിച്ച അനീഷ് MD, വിധു രാജീവ്, ചിത്ര റജിൻ, കീർത്തന തെരേസ്, ഡോക്ടർ മാത്യൂസ് എബ്രഹാം, ഡോക്ടർ റെമി ജോസഫ് മനോജ് എന്നിവർക്ക് പ്രത്യേക പുരസ്കാരങ്ങൾ മന്ത്രി മോൻസ് ജോസഫ് സമ്മാനിച്ചു. പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ ഡോക്ടർ ജോസഫ് സണ്ണി കുന്നശ്ശേരി, സ്വാഗത സംഘം കൺവീനർ ജോണി കണിലവേലി, കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ വർഗീസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ജോസ്മാൻ മുണ്ടക്കൽ, ആൻമരിയ ജോർജ്, വിജയമ്മ ബാബു, മാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുനു ജോർജ്, ഞീടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചെറിയാൻ കെ ജോസ്, ഒഴൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മാഞ്ഞൂർ മോഹൻകുമാർ, വിവിധ ജനനേതാക്കളായ അഡ്വക്കേറ്റ് ജേസൺ ജോസഫ് ഒഴുകിൽ, തോമസ് കണ്ണന്തറ, ഷിജു പാറയെടുക്കൽ, നോവി മുണ്ടക്കൽ, ബിജു ചിറ്റത്ത്, ആയാങ്കുടി വാസുദേവൻ നമ്പൂതിരി, ജാൻസി തോമസ്, ജോസ്മാൻ മാളിയേക്കൽ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി.